ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അങ്ങനെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതായത് ഞാൻ വാട്സാപ്പിൽ ഒരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1 വീക്കിനുള്ളിൽ ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഗിവ് അവേ ആയിരുന്നു അത്. എന്തായാലും ഒരുപാട് പരിഭവങ്ങളും പരാതികളും നിറഞ്ഞിട്ടാണെങ്കിലും അത് പൂർണ്ണത സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും മംഗളകരമായി തന്നെ നടന്നു. എങ്കിൽ ബാക്കി എല്ലാ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പുറകെ കാണാം ട്ടോ. അങ്ങനെ ഗിവ് അവേയിൽ പങ്കെടുത്ത ആളുകളെ ഓരോ ദിവസവും നമ്മൾ നോക്കി ഡയറിയിൽ കുറിച്ച് വെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൽ കാണുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരു ദിവസം 8 വീഡിയോ ഇടും, അല്ലെങ്കിൽ 9 വീഡിയോ ഇടും, 7 വീഡിയോ ഇടും. അപ്പം എല്ലാത്തിലും എത്രത്തിൽ ലൈക്ക് ഇട്ടു, എങ്ങനെയൊക്കെ നിങ്ങൾ പങ്കെടുത്തു എന്ന് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഡയറിയിൽ അന്നന്ന് അതാത് ഒരു 1 വീക്കാണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ആ 1 വീക്കിൽ ഞാൻ എഴുതി വെച്ചു. അതിനുശേഷം ഞാൻ ഒരു നിബന്ധനയാണ്, ഞാൻ ഒരൊറ്റ റൂൾസാണ് പറഞ്ഞിരുന്നത്, മസ്റ്റായിട്ടും ലൈക്ക് ഇടണമെന്ന്. പക്ഷെ അത് പാലിക്കാത്ത കുറേ പേരെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ 1 വീക്കിൽ മുടങ്ങാതെ സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ ഒരുപാട് പേര് 100 പേരോളം പങ്കെടുത്തതാണ്. അപ്പോൾ അത് കുറഞ്ഞു വന്നു. കാരണം 100 പേരിൽ പലരും, ഒരുപാട് പേര്, 50 പേരോളം ഇന്ന് സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ളവരുടെ പേര് എഴുതി ചേർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പേര് എഴുതി ചേർത്തില്ല. ഇത്രയും പേര് മുടങ്ങാതെ സ്റ്റാറ്റസ് കണ്ടു, ലൈക്ക് ഇട്ടിട്ടില്ല. ലൈക്ക് ഇടാത്ത ഒരുപാട് പേര് പങ്കെടുത്തു. അവർക്ക് ഒരുപാട് പരാതികളുമായിരുന്നു കേട്ടോ. ഇനി പങ്കെടുത്തത് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ നറുക്കെടുപ്പിലേക്കുള്ള പേരുകൾ എഴുതി ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് റൂൾസ് പാലിക്കാത്തവരുമുണ്ട്, റൂൾസ് പാലിച്ചവരുമുണ്ട്. നല്ല രീതിയിൽ പങ്കെടുത്തവരെല്ലാം ഞാൻ പറഞ്ഞ നിബന്ധനകൾ പ്രകാരം പങ്കെടുത്ത ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരുമുണ്ട്. കാരണം എൻ്റെ സ്റ്റാറ്റസ് എല്ലാ ദിവസവും കണ്ടു എന്ന പേരിൽ കുറേ പേരെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അവരൊരു ദിവസം പോലും വിട്ടുപോയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവരുടെ പേര് എഴുതാൻ കാരണം. ഇനി അടുത്ത നെക്സ്റ്റ് ഗിവ് അവേയിൽ ഇതൊന്നും ഞാൻ പരിഗണിക്കുന്നതല്ല. കാരണം ഞാൻ അത്രയ്ക്ക് മാത്രം ഇത്രയും കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് പരാതികൾ ഒരുപാടുണ്ട്. പക്ഷെ ആ പരാതികളിൽ സെലീന പേജ് തളരില്ല. ഞാൻ മുന്നോട്ടേക്ക് എടുത്തു വെച്ച കാല് ഞാൻ പിന്നോട്ടേക്ക് വെക്കില്ല. കാരണം എൻ്റെ സ്പോൺസർമാർ വളരെ അധികം എനിക്ക് ശക്തിയാണ് എനിക്ക് പകർന്നു തന്നേക്കണത്. നീ ചെയ്യാത്ത ഇപ്പം ആദ്യത്തെ നറുക്കെടുപ്പ്, ഈ ഒരു നറുക്കെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഈ നറുക്കെടുപ്പിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആളാണ്. എന്നെ നിങ്ങൾ കണ്ടോ വീഡിയോയിൽ? ഹസ്ബൻഡ് മാത്രം നറുക്കെടുക്കണേലേ നിങ്ങൾ കണ്ടോളൂ. അപ്പം കൂടെ ഇവിടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു ഫസ്റ്റ് നറുക്കെടുപ്പും സെക്കൻഡ് നറുക്കെടുപ്പും നടത്തിയത്. അപ്പോൾ എന്നിട്ടും അപവാദങ്ങൾ, എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അസൂയുള്ള ആളുകൾ, കുശുമ്പുള്ള ആളുകൾ, കിട്ടാത്തതിൻ്റെ അസൂയ നിങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ആൾക്കാർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ട് വന്ന നടപടിയുള്ള കേസല്ല അത്. ഞാനത് മൈൻഡേ ചെയ്യില്ല. നല്ല രീതിയിൽ പറഞ്ഞു, ഇത് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചേക്കണ ഗിവ് അവേ വിന്നറിന് സ്പോൺസർ, മറ്റേ ഇത് പ്രോത്സാഹന സമ്മാനത്തിൻ്റെ ഗിഫ്റ്റുകളും ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കേട്ടോ. അത് ഞാൻ പറയുക, എനിക്ക് എന്നെ തളർത്താൻ ആര് വന്നാലും ഞാൻ തളരില്ല. അസൂയയും കുശുമ്പുമായിട്ട് കുറേ ആളുകൾ എന്നെ തുടരുന്നുണ്ട്. പല ഞാൻ ലോങ് വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത് ഇവിടെ ഈ കാണിക്കുന്ന റെഡ് കളറിലുള്ള പാക്കിങ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു ഇഷ്യൂസ് വന്നതിൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രോത്സാഹന സമ്മാനമാണ് കേട്ടോ. അതൊരു അപ്പച്ചട്ടി, വലിയൊരു അപ്പച്ചട്ടിയാണ്, പൊടി പിടിച്ചിരിക്കുന്നതായിരുന്നു. ഞാൻ ബെർത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ഇറക്കി വെച്ചതാണ്. അതൊന്നും ഇതിൻ്റെ കൂടെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പച്ചട്ടി എന്ന് പറയുമ്പോൾ വലിയ അപ്പച്ചട്ടിയാണ്. അപ്പോൾ ഇവിടെ നറുക്കെടുക്കാൻ പോവാം. ഈ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ എൻ്റെ താലിക്കാട് 2 സ്നേഹിതന്മാരും ഇവിടെ ഉണ്ട്. അവരും ഞാനും, എന്നെ നിങ്ങൾ കണ്ടോ? വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവർ നൈറ്റിൽ ഷോപ്പ് പൂട്ടിയിട്ട് പോയതുകൊണ്ട് അവർക്ക് കുളിക്കാത്തതൊക്കെ കാരണം അവർക്ക് അസ്വസ്ഥതയായിരുന്നു വീഡിയോയിൽ നിൽക്കാൻ. ഞാൻ എന്നെയും കാണിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൈ മാത്രമാണ് ആദ്യത്തെ നറുക്കെടുപ്പിൽ കാണിച്ചത്. രണ്ടാമത് വീഡിയോയിലാണ് ഫുള്ളായിട്ട് നിൽക്കണം താലിഷ്ക, എന്താണ് ഇങ്ങനെയെന്ന് ആ വന്ന സ്നേഹിതന്മാർ പറഞ്ഞിട്ടാണ് ഇക്ക അങ്ങനെ നിന്നത്. ആദ്യം കിട്ടിയത് നമ്മുടെ പ്രോത്സാഹന സമ്മാനം എൽദോ ഇസാഫാണ്. അത് ഇസാഫിലെ ഒരു സ്റ്റാഫാണ്. എല്ലാ ആഴ്ചയും എൻ്റെ അടുത്ത് വരുന്നതാണ്. ഞാൻ പ്രൈസും കൈമാറുകയും ചെയ്തു. പക്ഷേ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് എന്നോട് പറഞ്ഞു. ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു.
ആ പുള്ളിക്ക് അവന് അവന് വീഡിയോയിൽ ബുദ്ധിമുട്ടാന്ന് എന്നോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയില്ല, ഒരുപാട് നിർബന്ധിച്ചില്ല. ഇത് ഇത് സെക്കൻഡ്, അത് കഴിഞ്ഞ് ആദ്യത്തെ ഗിവ് അവേ വിന്നർ സമ്മാനം വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിയന്തരമായിട്ട് രണ്ടാം ഘട്ട നറുക്കെടുപ്പ്, ആ ഗിവ് അവേക്ക് തന്നെ രണ്ടാമത് ഒരു നറുക്കെടുപ്പും കൂടെ നടന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് 2 പേര് കൂടിയുണ്ട്. അപ്പോൾ ഗിവ് അവേ വിന്നർ ഇതാണ് കേട്ടോ. ഈ വിന്നർക്ക് ഒരുപാട് മടിയായിരുന്നു ഗിവ് അവേയിൽ പങ്കെടുക്കാനല്ല, വീഡിയോയിൽ വരാൻ. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ഇഷ്യൂസ് ആണ് ഇവിടെ, വീഡിയോയിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിന്നറിനെ അവരുടെ മുമ്പിൽ എങ്ങനെ കാണിക്കും? ഇനി എങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ പറ്റില്ലാത്ത ഒരു വിന്നർമാർക്കും പ്രൈസ് ഞാൻ കൊടുക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചേക്കുവാണ്. കാരണം അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഗിവ് അവേ നടത്തിയിട്ട് വീഡിയോയിൽ പോലും നിന്ന് പ്രൈസ് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് വീഡിയോയിൽ നിൽക്കാൻ. പക്ഷെ എൻ്റെ നിർബന്ധപ്രകാരം അവർ നിന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക്സ് അലോൺ. ഒരുപാട് ഹാപ്പിയായി. ഞാൻ കൊടുത്ത ഗിഫ്റ്റിൽ ഒരുപാട് ഹാപ്പിയായി. ഒരു കൊച്ചുണ്ടായിരുന്നു, അവൻ്റെ പേര് എനിക്ക് മറന്നു പോയല്ലോ, പേരെന്താ പറഞ്ഞു, അയാനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നെക്സ്റ്റ് ഗിവ് അവേ അടിപൊളി ഗിവ് അവേ ആണ് വരുന്നത്. ക്യാഷ് പ്രൈസിൻ്റെ കിച്ചൺ സെറ്റ്, ഡിന്നർ സെറ്റ് 3 ആണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നെ ഒന്ന് പങ്കെടുപ്പിക്കാവോ എന്ന് പറഞ്ഞ് 40 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഗിവ് അവേ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം നറുക്കെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇക്ക ഒരു ഷൂട്ട് പിടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇനി നെക്സ്റ്റ് നല്ലൊരു ലോങ് വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അലോൺ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഗിവ് അവേയിൽ താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ നറുക്കെടുപ്പ് വീഡിയോ, ഇത് ഞാൻ ഗിവ് അവേ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വാങ്ക് വിളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് എന്താ പറയുക, നമ്മൾ സ്നേഹം പകർന്നു തരൂ എന്നൊക്കെ പറയില്ലേ. ഓക്കെ ബൈ. അങ്ങനെ ഇന്നത്തെ ഗിവ് അവേയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ പൂർണ്ണത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.